എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളൊക്കെ വന്നു. നമ്മളൊക്കെ അത് കണ്ടതാണ്. UDF തരംഗ, UDF തന്നെ ജയിക്കും, UDF അധികാരത്തിൽ വരുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും വിശ്വസനീയമായ ഒരു സർവേ ടുഡേ ചാണക്യയുടേതാണ്. അത് ഇന്നലെ പുറത്തു വന്നു. പുറത്തു വന്നപ്പോൾ നമ്മൾ കേവല ഭൂരിപക്ഷം ആർക്കും ഉണ്ടാകില്ല. കാരണം അവർ വളരെ വിശ്വാസ്യമുള്ള ഒരു ഏജൻസിയാണ്, സർവേ നടത്തുന്ന ഒരു ഏജൻസിയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി നടക്കാറുമുണ്ട് രാഷ്ട്രീയത്തിൽ, അതുപോലെ തന്നെ നടക്കാറുമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവർ പറയുന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും, അപ്പോഴും കേരളത്തിൽ തൂക്ക് മന്ത്രിസഭ എന്നാണ് പറയുന്നത്. ഈ സർവേ ഫലങ്ങളെ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളൊരു ചോദ്യം നിൽക്കുമ്പോഴും ഇതിനു മുൻപും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിൽ ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കാണോ സാധ്യത? അങ്ങനെയാണ്. നമുക്ക് ഇപ്പം ധന്യ പറഞ്ഞതുപോലെ വിശ്വസിക്കാവുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ഈ റിപ്പോർട്ട് വിളിക്കുന്നത്. നമ്മൾ വിശദമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം ആയതുകൊണ്ടാവാം ഒരു ദിവസം അവർ കൂടുതലായിട്ട് എടുത്തതെന്ന് വിചാരിക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സിറ്റ് പോളുകളെ ഒരു പരിധിയിൽ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. കാരണം എക്സിറ്റ് പോളുകൾ നമ്മൾ നടക്കുന്നില്ല എന്നൊന്നും പറയണ്ട. ഭൂരിപക്ഷം എക്സിറ്റ് പോളുകൾ നമ്മൾ തുലനം ചെയ്യുമ്പോൾ ഭൂരിപക്ഷം വരുന്ന എക്സിറ്റ് പോളുകളും പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ എക്സിറ്റ് പോളുകൾ പറയുന്ന കാര്യം നടക്കാതെയും വന്നിട്ടുണ്ട്. കാരണം ഇപ്പം തന്നെ ഏറ്റവും അവസാനം ഹരിയാന തെരഞ്ഞെടുപ്പിനകത്ത് എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് അനുകൂലമായിട്ടായിരുന്നു. പക്ഷെ അവിടെ BJP ആവുന്നു. അതാണ് അടിയൊഴുക്കെന്ന് പറയുന്നത്. എക്സിറ്റ് പോളിൻ്റെ ആ കാര്യം കണ്ടുകൊണ്ട് ആ പാർട്ടിക്കോ അല്ലെങ്കിൽ ആ സംവിധാനത്തെ മറികടക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം, അതിനുള്ള ബലം ഉള്ള സംവിധാനം BJPക്ക് ഉണ്ടായതുകൊണ്ട് RSS ചെയ്തതെന്നാണ് പറയുന്നത്. കാരണം ആ ഒരു ജനത്തിൻ്റെ ആ വികാരത്തെ ചെന്നിരുന്ന് മറികടക്കുക എന്ന് പറഞ്ഞാൽ ആ വികാരത്തെ അവർ അങ്ങനെയല്ല, അതിൻ്റെ ശരി ഇങ്ങനെയാണ്, അതിൻ്റെ ശരിയെന്ന് ചെന്നിരുന്ന ആൾക്കാരടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് മറികടന്നതാണ്. അതാണ് അവിടെ എക്സിറ്റ് പോൾ തെറ്റാൻ കാര്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ചിലയിടത്തൊക്കെ ഈ പുറമേ പറയുന്നതായിരിക്കത്തില്ല ജനം ചെയ്യുന്നത്. മനസ്സിലായോ? ഇന്നതാന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചടിക്കും. അപ്പം അങ്ങനെ എക്സിറ്റ് പോൾ തെറ്റാൻ പറ്റും. ഇപ്പം പശ്ചിമ ബംഗാളിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചെയ്ത കാര്യങ്ങൾ വെളിയിൽ പറയാൻ ഭയന്നില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട ചില സർവേകളിലൊക്കെ പുറത്തു വിടുന്നില്ല. കാരണം തെറ്റിപ്പോകുന്നു. കാരണം കഴിഞ്ഞ 2 സർവേകൾ അവർ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യവും BJP ഭൂരിപക്ഷത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. അതിന് മുമ്പിലത്തെ പ്രാവശ്യം അങ്ങനെ വരില്ല. അപ്പൊ അവിടെ ആൾക്കാർക്ക് ഭയമാണ് പറയുന്ന കാര്യം. അപ്പം ആൾക്കാരെ ഇവിടെ പൾസ് അറിയാൻ പറ്റുന്നില്ല. അപ്പം എക്സിറ്റ് പോളുകൾ അതുകൊണ്ട് തന്നെ പൂർണ്ണ അർത്ഥത്തിൽ ശരിയാവണമെന്നില്ല. അപ്പൊ ഇവിടുത്തെ കേരളത്തിലെ ഈ പ്രാവശ്യത്തെ എക്സിറ്റ് പോളുകൾക്കുള്ള ഒരു കുഴപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, BJP എത്രത്തോളം എല്ലാ ഇടങ്ങളിലും സ്വാധീനം ചെലുത്തുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കുന്നില്ല, എക്സിറ്റ് പോളുകൾക്കും സാധിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. നമ്മൾ തന്നെ നമുക്കറിയാം, നമ്മുടെ നിരീക്ഷണം നടത്തുമ്പം ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു BJP സ്വാധീനം ചെലുത്തും, BJP സ്വാധീനം. പക്ഷെ അവസാനം വരുമ്പോൾ നമുക്ക് തോന്നുന്നു BJPക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള തോന്നലല്ലേ വരും. പക്ഷെ ചെയ്യാൻ കഴിയുന്നുണ്ടോ, BJPയെ വിശ്വസിക്കുന്നുണ്ടോ, BJPക്ക് വോട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ 4-ാം തീയതി അറിയാൻ പറ്റത്തുള്ളൂ. ശതമാനക്കണക്കൊക്കെ നോക്കും. ഇപ്പൊ ഇതിനകത്ത് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പറഞ്ഞേക്കുന്ന 14%. അപ്പൊ BJP തകർന്നു. അല്ലെങ്കിൽ BJP കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ വന്ന 20% വോട്ട് അല്ലെങ്കിൽ 17% വോട്ടിൽ താഴോട്ട് പോകില്ലേ. അപ്പം ഇതിനകത്ത് ചാണക്യക്കകത്ത് പറഞ്ഞിരിക്കുന്നത് 69 സീറ്റ് 40%, 40+3% വോട്ട് UDFന്, 38% 3% 64 സീറ്റും LDFന്, 11 സീറ്റ് BJPക്ക് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് 17% വോട്ടും പറയുന്നുണ്ട്. അപ്പം ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തന്നെ ചാണക്യ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ചാണക്യ വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ അതിശയപ്പെടാനൊന്നുമില്ല. ചാണക്യ 2014 BJP കിട്ടുന്ന 3/2 ഭൂരിപക്ഷം കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം പറഞ്ഞു കൃത്യമായിരുന്നു. 2019 പറഞ്ഞത് കൃത്യമായിരുന്നു. അതിന് ശേഷം ഇപ്പം തന്നെ പറഞ്ഞതുപോലെ ഇപ്പം ബീഹാർ ആയാലും ഒരുപക്ഷെ ചിലയിടത്തൊക്കെ ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയില്ല, വിശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയില്ലായിരുന്നു. പക്ഷെ അവർ ചില നമ്പറുകൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇവർ പറയുന്നതും ഈ നമ്പരും ഇവർ പറയുന്ന പാർട്ടിയും വരുമോ എന്നുള്ള കാര്യത്തിൽ പോലും വിശ്വാസം ഇല്ലാത്തടത്ത് അവർ പറഞ്ഞിട്ടുണ്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ചാണക്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സർവേയാണ്. അപ്പോൾ ആ സർവേ അനുസരിച്ച് ഈ പറയുന്ന ഇടത്ത് കേരളത്തിൽ 11ഓളം സീറ്റ് BJP കിട്ടുന്നു. എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നമുക്ക് അതാ പറഞ്ഞ ശേഷം അവരുടെ സ്വാധീനം, BJPയുടെ സ്വാധീനം കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ഉണ്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ തൂക്കുമന്ത്രിസഭ വരും. കാരണം ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് തന്നെ, നമുക്കിത് ഈ സർവേ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുടെ ഇപ്പം ബംഗാളിലെ കൂട്ട മുഖ്യമന്ത്രിമാർ ആര് വേണമെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശതമാനക്കണക്ക് 38%ഓളം പിണറായി വിജയനാണ് വരുന്നത്. ആ സ്ഥാനത്ത് തന്നെ ആ ആള് മുഖ്യമന്ത്രി ആകണം തീരുമാനിക്കുന്ന ജനം തന്നെയാണോ UDF അധികാരത്തിൽ വേണമെന്ന് തീരുമാനിക്കുന്നത്? അപ്പൊ ഈ ഇപ്പൊ വന്ന സർവേകൾക്കകത്ത് അവർ പറയുന്ന ഡേറ്റാസിനകത്ത്
അപ്പൊ നമുക്കത് അങ്ങോട്ട് ഒരു Digest പക്ഷേ ആവുന്നില്ല. അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. മാത്രമല്ല 21 സീറ്റ് 22 സീറ്റിലും കോൺഗ്രസ് കഴിഞ്ഞ 2 തവണയും കോൺഗ്രസ് നിലംപരിശാവുമ്പോഴും പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഈ 21 സീറ്റ് കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മഹേഷ്, അങ്ങനെ ഒരിക്കലും ജനത്തിന് ഒഴിവാക്കാൻ താല്പര്യമില്ലാത്ത ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ജനപ്രതിനിധികളായതുകൊണ്ട് അവരെ ജയിപ്പിക്കുന്നത്. ഏത് കോൺഗ്രസ് ആയാലും ഞങ്ങൾ ജയിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതായത് നിയമസഭാ മണ്ഡലത്തിലെ അതേപോലെയല്ലേ LDF ജനപ്രതിനിധികൾ. അത് 55ഓളം CPM തന്നെ മാത്രം വരുന്നുണ്ട്. അതുപോലെ തന്നെ CPIക്കും ഇല്ലേ. അപ്പൊ ഈ ജനപ്രതിനിധികളെ താങ്ങുന്ന മാനസികാവസ്ഥയുള്ള കേരള ജനതയ്ക്കിടെ ജനത തന്നെ CPM ആയാലും ജനത്തിന്റെ ഇടയിൽ നിൽക്കുന്ന MLA-മാരെ അതേ അർത്ഥത്തിൽ ചേർത്ത് പിടിക്കത്തില്ലേ. അപ്പോഴും ഈ സർവേ തെറ്റുന്നതിനകത്തല്ലേ തോന്നുന്നു. സർവേ പിന്നെ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറഞ്ഞു. ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ പിന്നെ ഏതർത്ഥത്തിൽ ഔട്ട് ചെയ്യേണ്ടത്? ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു പക്ഷേ ഈ പാർട്ടി മാറിയിട്ട് വേറെ പാർട്ടി വരണമെന്ന് വിചാരിക്കുന്നത്. അപ്പം എല്ലാ രീതിയിലും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ അങ്ങ് സംഭവിക്കും. അപ്പം സംഭവിക്കണമെങ്കിൽ, ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഇവിടെ ന്യൂനപക്ഷത്തിന്റെ പൂർണ്ണമായ ഏകീകരണം നടക്കണം. അതായത് UDF-നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ വോട്ടിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടും പിന്നെ ചില്ലറ വാക്കും, അതായത് അവരുടെ വോട്ടെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ ഏകീകരണം. അത് പൂർണ്ണ അർത്ഥത്തിൽ കിട്ടുന്ന മുസ്ലിം വോട്ടുകൾ പൂർണ്ണ അർത്ഥത്തിൽ LDF, ക്രിസ്ത്യൻ വോട്ടുകൾ പൂർണ്ണ അർത്ഥത്തിൽ LDF-നല്ല UDF-ന്, മുസ്ലിം വോട്ട് പൂർണ്ണ അർത്ഥത്തിൽ UDF-ന്, പൂർണ്ണ അർത്ഥത്തിൽ ക്രിസ്ത്യൻ വോട്ട് UDF-ന് കിട്ടുന്നൊരവസ്ഥ വന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ജനം വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ നേരത്തെ പാറ്റേണിൽ തന്നെ ഈ അല്ലെങ്കിൽ ഭരണത്തിന്റെ മെറിറ്റും അല്ലെങ്കിൽ മറ്റു പലതുമൊക്കെ ആലോചിച്ച് ചെയ്യുകയാണെങ്കിൽ LDF അധികാരത്തിൽ വരാനുള്ള സാധ്യതയും ഉണ്ട്. തള്ളിക്കളയാൻ കഴിയത്തില്ല. നമ്മളെയൊക്കെ വിചാരിച്ചിരുന്നത്, ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് LDF അധികാരത്തിൽ വരുമെന്നാണ് എൻ്റെ ഒരു പഠനം അനുസരിച്ച്. പിന്നെ എക്സിറ്റ് പോളുകൾ, ഇപ്പം എല്ലാ എക്സിറ്റ് പോളുകളും UDF അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ നമ്മളെക്കാട്ട് വിദഗ്ധരായിരിക്കുമല്ലോ ഈ സർവേ ഒക്കെ നടത്തി. അപ്പൊ നമുക്കതിനകത്ത് അവിശ്വസിക്കാനൊന്നും പറ്റത്തില്ല UDF അധികാരത്തിൽ. UDF തരംഗം ഉണ്ടാക്കാൻ തക്ക രീതിയിലൊക്കെ എന്തെങ്കിലും UDF ഇവിടെ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തില്ല. പിന്നെ CPM വേണ്ട എന്ന് വയ്ക്കാൻ ഒരു കാരണം പിണറായി വിജയന്റെ ചില നടപടികളും തീരുമാനങ്ങളും. അതിന് വേണ്ടിയിട്ട് സ്ഥിരം ജയിക്കുന്ന MLA-മാരെയൊക്കെ ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ എന്ന കഴക്കൂട്ടത്ത് തോൽക്കുന്നത്, നേമത്ത് വി ശിവൻകുട്ടി, അതുപോലെ വട്ടിയൂർക്കാവ് VK പ്രശാന്ത്, അങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പൊ പ്രതിഭ, അങ്ങനെ ഒരുപാട് MLA-മാരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ ജനം ഇത്രയും കാലം കൈപിടിച്ചുകൊണ്ടുവന്ന് ജനം ഇപ്പൊ തോൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്ന ഒരു എക്സിറ്റ് പോളുകൾ എത്രത്തോളം വിശ്വസിക്കാം? അതെ, ഞാനിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പൊ രാവിലെ തന്നെ ഒരാളെ വിളിച്ചു. ഞാൻ അപ്പൊ പുള്ളി എക്സിറ്റ് പോൾ കണ്ട് ആഹ്ലാദിച്ചിരിക്കുക, കോൺഗ്രസിന്റെ ആളെ. ഞാൻ ചോദിച്ചു, തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും? കൂടി വന്നാൽ 3. അപ്പം ഇപ്പം നമ്മൾ തന്നെ, ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന 2 സീറ്റ് ഉണ്ട്. കാരണം ഒരെണ്ണം നേരത്തെ ഉള്ള സീറ്റ് അവിടെ ജയിക്കും, ഉറപ്പാണ്. രണ്ടാമത് CMP-യുടെ സീറ്റ് സെൻട്രലിൽ ജയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ജയിക്കാൻ സാധ്യത. CP ജോൺ. പിന്നെ മൂന്നാമത് ഒന്നുകൂടെ കൂടി വന്ന 3 ഏതാന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് അറിയത്തില്ല. അതാണ് കോൺഗ്രസിന്റെ. അത് പുള്ളിക്കും പറയാൻ അറിയത്തില്ല, ഈ കോൺഗ്രസ് തന്നെ പറയാൻ അറിയത്തില്ല. അപ്പൊ തിരുവനന്തപുരത്ത് 3, കൊല്ലത്ത് എത്ര കിട്ടും? കൊല്ലത്ത് 3. അപ്പൊ പിന്നെ എന്റെ തന്നെ ഇത് എവിടുന്നാ കിട്ടുന്നേ? ഇവര് പറയുന്നത് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം അല്ലെങ്കിൽ എറണാകുളം, പൂർണ്ണ അർത്ഥത്തിൽ അവിടെ ഇത്രയും ഇടത്തൂടെ UDF-ന് കിട്ടുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ 3 തൊട്ട് 7 വരെ സീറ്റേ കിട്ടത്തുള്ളൂ. അങ്ങനെ പിന്നെ UDF LDF-ന് അങ്ങനെ പിന്നെ UDF അധികാരത്തിൽ വരും. ഇവിടെ എറണാകുളത്ത് രാജീവ് തോക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. അതുപോലെ തൃത്താല MP രാജേഷിന്റെ കാര്യം പിന്നെയും നമുക്ക് രാജീവ് തോക്കും. പിന്നെ വിഴിഞ്ഞത്ത് വേറെ മിനി ഉണ്ടല്ലോ, ഇനി അതെല്ലാം തോക്കുമെന്നാ പറയുന്നത്. ഈ നിൽക്കുന്ന സീറ്റുകൾ, LDF-ന്റെ കയ്യിൽ നിൽക്കുന്ന സീറ്റുകൾ, അവിടുത്തെ ആൾക്കാർ പറയുന്നതും അവിടുത്തെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ പറയുന്നത് യാതൊരു കാരണവശാലും തോൽക്കുന്ന ഒരവസ്ഥ ഇല്ലെന്നാ പറയുന്നത്. അവർക്ക് പോലും അറിയാമല്ലോ, അവരതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ സംഭവിക്കണമെങ്കിൽ അട്ടിമറി. ആ അട്ടിമറിയും അല്ലെങ്കിൽ ആ അട്ടിമറി നടക്കണമെങ്കിൽ അത്ര വലിയൊരു തരംഗം ഉണ്ടാവണം. ഇപ്പം നമുക്ക് പശ്ചിമബംഗാളിൽ എനിക്ക് വിശ്വാസം വരുന്നില്ലെങ്കിലും പശ്ചിമബംഗാൾ നമുക്ക് വിശ്വസിക്കാം. അവിടെ വന്നാൽ വല്ലാത്തൊരു തരംഗം അടിച്ചിട്ടുണ്ട്. ആർക്കാ അടിച്ചതെന്ന് അറിയത്തില്ല. അത് BJP-ക്കാണെന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു. അവിടെ തരംഗം അടിച്ചിട്ടുണ്ട്, മനസ്സിലായല്ലോ. എന്നുവെച്ചാൽ വോട്ടിംഗ് പാറ്റേണൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട്. ആദ്യത്തെ പ്രാവശ്യവും രണ്ടാമത്തെ പ്രാവശ്യവും പെണ്ണുങ്ങൾ വന്ന് കൊലയോട് വോട്ട് ചെയ്യണം. കാരണം ആർത്തിയോടുകൂടിയില്ല, ഭക്ഷണം കാണാതെ കിടക്കുന്നതും ഭക്ഷണം വാരി അടിക്കുന്ന പോലെ ജനവിധിയാണ്. എന്നുവെച്ചാൽ അവിടെ വോട്ട് ചെയ്യാൻ പറ്റാതെ ഇരുന്ന ഒരിടത്ത് അതിന് സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടലുണ്ടായി. അപ്പൊ ആ ഇടപെടൽ ഉണ്ടായപ്പോൾ അവരുടെ ഒരു
ചലനം, അവർ ഒരു ചലനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വോട്ട് ചെയ്തത്. ആ ചലനം എങ്ങോട്ടാണെന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അതൊരു BJP ക്ക് അനുകൂലമാണെങ്കിൽ അവിടെ BJP വരും. അപ്പൊ അവിടെ നമ്മളത് കണ്ടു. പക്ഷെ കേരളത്തിൽ അങ്ങനെയൊന്നും കണ്ടില്ല. ആസാമിൽ ഇത് കണ്ടു. അല്ല, ആ തരംഗം എങ്ങനെ ഉണ്ടാക്കണമെന്ന് പശ്ചിമ ബംഗാളിൽ BJP-ക്ക് അറിയില്ല. അതിവിടെ UDF-ന് അറിയില്ല. ഇവിടെ അങ്ങനൊന്നും കണ്ടില്ല. ഇവിടെ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ അടിയും പിടിയും ബഹളവും ഇതുവരെ നമ്മൾ ഇന്നലെ പോയി സതീശൻ വന്നു കഴിഞ്ഞപ്പോൾ സതീശൻ ഓടിപ്പോയി തങ്ങളെ കെട്ടിപ്പിടിച്ചു, തങ്ങൾ അനൗൺസ് ചെയ്തു, കുഞ്ഞാലിക്കുട്ടി അനൗൺസ് ചെയ്തു. അപ്പം ഏതാണ്ട് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ സതീശൻ തീരുമാനം. ഈ സതീശൻ എന്തുകൊണ്ട് അവരുടെ ജേക്കബ് ഗ്രൂപ്പിന്റെ ആളിനെ കാണാൻ പോയില്ല, വേറെ ആരെയും കാണാൻ പോയില്ല, ഓടിച്ചെന്ന് തങ്ങളെ കെട്ടിപ്പിടിക്കുന്നു. അപ്പൊ ഇത് സതീശൻ നേരത്തെ പറഞ്ഞിരുന്ന ജമാഅത്ത് ഇസ്ലാമി പ്രേമം ഒരുപക്ഷെ മുസ്ലിം ലീഗുകാർ പറഞ്ഞിട്ടാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അപ്പം അൻവറിനെ തിരിച്ചെടുത്തത് ലീഗുകാർ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിട്ട് നമ്മൾ ഭരിക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആയിരുന്നു. പറഞ്ഞത് വെള്ളാപ്പള്ളിയെ പറഞ്ഞതും സുകുമാരൻ നായരെ പറഞ്ഞതും RSSനെ പറഞ്ഞതും ഒക്കെ ഈ പറയുന്ന മുസ്ലിങ്ങൾ ലീഗിന്റെ അല്ല, അതിനപ്പുറം ജമാഅത്ത് ഇസ്ലാമിയുടെ തിട്ടൂരമായിരുന്നു സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഇന്നലത്തെ കെട്ടിപ്പിടിയോടുകൂടി പൂർണ്ണമായി. കാരണം ഇതുവരെ അത് അവർ ഗോപ്യമായിട്ട് വെച്ചിരുന്നു ബുദ്ധിപരമായിട്ട്. ഇനി അവർക്ക് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ വരുമെന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളുടെ കണക്ക് വന്നപ്പോഴത്തേന് ഇനിയൊന്നും ഒളിക്കേണ്ട, അല്ലെങ്കിൽ പുറത്തിയാടാമെന്നുള്ള രീതിയാണ്. അതാണ് ഇന്നലെ കണ്ടത്. അതായത് അവർ ഇത് മൊത്തവും സതീശനെ നിയന്ത്രിച്ചിരുന്നത്, സതീശൻ ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശിയത്, അൻവറിന് സീറ്റ് കൊടുത്തത്, ജമാഅത്ത് ഇസ്ലാമിയുടെ കക്ഷികൾക്ക് ലീഗിലൂടെ സീറ്റ് കൊടുത്തത് എല്ലാം അവരുടെ അജണ്ട തന്നെയായിരുന്നു. അതായത് നമ്മൾ വിചാരിച്ചതും ഭയന്നതും സംഭവിക്കുന്നു ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നാൽ. പക്ഷെ ചാണക്യ പറയുന്നു തൂക്ക് സഭയാണ്.